മച്ചുനൻ ചന്തുവില്ലാതെ പോരിനു പോകാൻ ഭയമായിരുന്ന ആരോമൽ ചേകവരെ പൊൻപണം വാങ്ങി വീരപുത്രനാക്കിയ പഴയ പാണന്മാരുടെ പിൻഗാമികളാണല്ലോ ദിനപത്രങ്ങൾ. അംഗത്തിന് തൊട്ടുമുമ്പ് അവർക്ക് പണക്കിഴി സമ്മാനമായി നൽകിയ മോദിയുടെ നീക്കം സൈക്കോളജിക്കൽ മൂവായാണ് നിരീക്ഷകർ കാണുന്നത്. അച്ചടി മാധ്യമങ്ങളുടെ പരസ്യ നിരക്കുകളിൽ 25% വർധന കൊണ്ടുവന്നുകൊണ്ട് മോദി സർക്കാർ ഇന്ത്യയിലാകമാനമുള്ള പത്രങ്ങളെ കയ്യിലെടുത്തിരിക്കുകയാണ്. 4.25 വർഷമില്ലാത്ത ഈ ആനുകൂല്യം തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് എറിഞ്ഞുകൊടുത്തത് ഉപകാരസ്മരണ മറക്കാതെ തിരികെ വാങ്ങാനാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. രാജ്യത്ത് അച്ചടി മാധ്യമങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടു തുടങ്ങുന്ന സാഹചര്യത്തിലാണ് ഈ നിരക്ക് വർധനയെന്നും നന്ദിയുണ്ടെന്നും പത്രങ്ങൾ പറഞ്ഞു തുടങ്ങി. പരസ്യ നിരക്കിലെ വർധന ആശ്വാസമായി മാറുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ചെറുതും ഇടത്തരവുമായ അച്ചടി മാധ്യമങ്ങൾ ഏറെ പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യത്തിൽ ഈ നീക്കത്തിന് വലിയ രാഷ്ട്രീയമാനങ്ങളുണ്ട്. 2013 അവസാനമായി നിരക്ക് പുതുക്കൽ നിലവിൽ വന്നത്. അതിനു മുമ്പുള്ള 2010 നിരക്കുകളെ അപേക്ഷിച്ച് 19% വർധനയാണ് അന്ന് വന്നത്. ഇപ്പോൾ 25% വർധനവ്. ബ്യൂറോ ഓഫ് ഔട്ട്റീച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഈ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരുത്തുക. വാർത്താവിനിമയ മന്ത്രാലയമാണ് പുതിയ നിരക്കിനെ പറ്റിയുള്ള പ്രഖ്യാപനം നടത്തിയത്. മാറിയ നിരക്കുകൾ ഉടനടി പ്രാബല്യത്തിൽ വന്നതായി മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന പറയുന്നുണ്ട്. ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ പൊതുവെയും വർത്തമാന പത്രങ്ങൾ ഏറെയും മോദി അനുകൂലികളാണ്. നിരക്ക് വർധനവ് ആ ഭക്തി അങ്ങ് കൂട്ടും. BJPക്ക് അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന പരാജയങ്ങളും കേന്ദ്ര മന്ത്രിസഭ നേരിടുന്ന തിരിച്ചടികളും മൂടിവെച്ച് ഇനി മോദി വർണ്ണനകൾ പെരുകുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. പെയ്ഡ് വാർത്തകൾ കൊണ്ട് പല അവസരങ്ങളിലും വൻകിട പത്രങ്ങൾ പോലും വിവാദങ്ങളിൽ നിറയുന്ന കാലമാണ്. വൻകിട വ്യാപാര സ്ഥാപനങ്ങൾ വലിയ പത്രങ്ങളെ ഏറ്റെടുത്തതോടെ പണത്തിനും സ്വാധീനത്തിനും വേണ്ടിയാണ് പത്രപ്രവർത്തനം എന്ന അവസ്ഥയാണ് ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ളത്. ജനാഭിപ്രായങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനും ഭരണകൂട വ്യവസ്ഥകളായ മന്ത്രിസഭ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിവയെ ജനപക്ഷത്തു നിന്ന് വിമർശനാത്മകമായി നോക്കിക്കാണാനും കഴിഞ്ഞാൽ മാത്രമേ മാധ്യമങ്ങൾക്ക് സ്വന്തം വ്യക്തിത്വം നിലനിർത്താനാകൂ. സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് സ്വയം വ്യവസായ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനാണ് വൻകിട പത്രങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ സർക്കാരിന്റെ പരസ്യങ്ങൾക്ക് വേണ്ടി കാത്തുനിൽക്കുകയാണ് ചെറുകിട പത്രങ്ങൾ. ജനാധിപത്യത്തിന്റെ കാവലാളുകൾ എന്ന പദവി ഇവർ മാത്രം എത്രമാത്രം നിലനിർത്തുമെന്ന് ഇതിനകം പലരും സംശയമുയർത്തിയിട്ടുണ്ട്. എന്തായാലും പത്രക്കടലാസിന്റെ വില അടിക്കടി കൂടുന്നത് അച്ചടി മാധ്യമങ്ങളെ വൻതോതിൽ ബാധിച്ചിട്ടുണ്ട്. പത്രക്കടലാസിന്റെ ലഭ്യതയും പ്രധാനമാണ്. ഇന്ത്യയിലെ പത്രങ്ങൾ അച്ചടിക്കാനുള്ള കടലാസിൽ പോലും നമുക്ക് സ്വയം പര്യാപ്തതയില്ലാത്തത് ഗുരുതരമായ പാളിച്ചയാണ്. ചൈനീസ് കടലാസുകളെ ആശ്രയിച്ചാണ് ഇത്രനാളും ഇവിടുത്തെ മിക്കവാറും പത്രങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മുൻനിർത്തി അവർ കടലാസ് നിർമ്മാണം വൻതോതിൽ കുറച്ചത് അപകടകരമായി നമ്മുടെ പത്രങ്ങളെ ബാധിച്ചു. ഇത് പത്രങ്ങളുടെയും മാസികകളുടെയും എല്ലാം ബിസിനസിനെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ കാരണമായി. അതിനാൽ കുറെ നാളായി പത്രങ്ങൾ ആവശ്യപ്പെടുന്നതാണ് പരസ്യ നിരക്കുകളുടെ വർധന. പത്രക്കടലാസിന്റെ ലഭ്യത കുറഞ്ഞ ചിലവിൽ ഉറപ്പുവരുത്തുന്നതാണോ, സർക്കാർ പരസ്യത്തിന്റെ നിരക്ക് കൂട്ടുന്നതാണോ ജനാധിപത്യപരം എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. സർക്കാർ സേവകരായ പത്രങ്ങൾക്കാണ് നല്ലൊരു പങ്ക് പരസ്യവും പോകുന്നത്. അതായത് തങ്ങളുടെ ഇഷ്ടക്കാരായ പത്രങ്ങളെ താങ്ങി നിർത്തുകയാണ് ഈ നിരക്ക് വർധനയുടെ പിന്നിലെ പ്രധാന ലക്ഷ്യം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കുമ്പോൾ വന്ന ഈ നിരക്ക് വർധന ശുദ്ധഗതിയോടെയാണെന്ന് ആരും കരുതുന്നില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.